കോട്ടയത്ത് നിന്ന് പോലീസ് എന്ന വ്യാജേന ഫോണിൽ വിളിച്ച് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് തട്ടിപ്പിന് ശ്രമം. മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനാണ് തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ചത്. ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായില്ല എന്ന ആക്ഷേപവും. ഒറ്റപ്പാലം ലക്കിടി പേരൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ K. ശ്രീവത്സനെയാണ് തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ ജനുവരി 23-ന് കോട്ടയത്ത് നിന്നുള്ള പോലീസുകാരനാണെന്ന് പരിചയപ്പെടുത്തിയാണ് ശ്രീവത്സന്റെ ഫോണിലേക്ക് കോൾ വന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുന്നതിനിടെ പണവും ബാഗും നഷ്ടപ്പെട്ട അമ്മയും മകനും ബസ് സ്റ്റാൻഡിൽ അവശരായി കഴിയുന്നുണ്ടെന്നും അവരെ സഹായിക്കണമെന്നുമായിരുന്നു ആവശ്യം. തുടർന്ന് മകനെന്ന് അവകാശപ്പെട്ട വ്യക്തിയും ശ്രീവത്സനുമായി സംസാരിച്ചു. പാലപ്പുറം സ്വദേശികളാണെന്നും അഡ്രസ് ഇതാണെന്നും ഇവർ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ നമ്പറാണ് കിട്ടിയതെന്നും ഇവർ ഫോണിൽ പറഞ്ഞു. തുടർന്ന് ശ്രീവത്സൻ പാലപ്പുറത്തെ റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് നൽകിയ വിലാസം വ്യാജമാണെന്ന് കണ്ടെത്തിയത്. അങ്ങനെ ആരും അവിടെ താമസിക്കുന്നില്ല എന്നും ബോധ്യമായി. തുടർന്ന് ആ നമ്പറിൽ തന്നെ തിരിച്ചു വിളിച്ചപ്പോൾ ജോലി സമയം കഴിഞ്ഞെന്നും മകന് നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ടെന്നും അവർ വിളിക്കുമെന്നും അറിയിച്ചു. ശ്രീവത്സൻ അന്ന് തന്നെ ഒറ്റപ്പാലം പോലീസിൽ ഇമെയിൽ വഴി പരാതി നൽകി. ഒറ്റപ്പാലം SHOയുടെ വാട്സാപ്പ് നമ്പറിലും വിവരം പങ്കുവച്ചു. എന്നാൽ എന്താണ് സംഭവിച്ചതെന്നോ വിഷയത്തിൽ അന്വേഷണം നടത്തുകയോ പോലീസ് ചെയ്തിട്ടില്ല എന്ന് ശ്രീവത്സൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആരോപിച്ചു. നമ്പർ സൈബർ സെല്ലിലേക്ക് കൈമാറി എന്നു മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം. സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടില്ലെങ്കിലും പോലീസിന്റെ പേര് ദുരുപയോഗം ചെയ്ത് നടത്തുന്ന ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.